നമുക്ക് പഞ്ചവാദ്യം ഏത് സ്കൂളാണ്? നമുക്ക് നേരെ അവരിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ? വരൂ. അവരെല്ലാരും രാവിലെ തന്നെ ആണല്ലേ? ഓക്കെ. പെർഫോം ചെയ്തോ നിങ്ങൾ? എങ്ങനെ ഉണ്ടായിരുന്നു? റിസൾട്ട് വന്നു? ആരായിരുന്നു നിങ്ങളുടെ പ്രധാന എതിരാളികൾ? നമ്മുടെ പാലക്കാട്ടെ ഏതോ സ്കൂളുണ്ടല്ലോ അല്ലേ? എതിരാളികളെ നിങ്ങൾ നോക്കിയില്ല, മലർത്തി അടിച്ചു അല്ലേ? ഞങ്ങൾക്ക് എതിരാളികളൊന്നും. അതെ അതെ, എതിരാളികളൊന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് പെർഫോമൻസ് ആവാം അല്ലേ? അല്ല, ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര കാലമായി ഈ ഇതിന് നിങ്ങൾ അഭ്യസിക്കുന്നു? ഞാനും ഇവനും കഴിഞ്ഞ 3 കൊല്ലമായിട്ട് സ്റ്റേറ്റിൽ വന്നതാണ്. അപ്പോൾ 3 കൊല്ലം സ്റ്റേറ്റിൽ പോയി. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊന്ന് പഠിച്ചെടുക്കണമെങ്കിൽ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എനിക്കിപ്പോൾ എന്തായാലും 19 വയസ്സ് കഴിഞ്ഞു. അല്ല, വഴങ്ങുമോ ഇത്? ഒരു കൊല്ലം കൊണ്ടൊക്കെ ശരിയാവും. ഒറ്റ കൊല്ലം മതിയോ? ഒറ്റ കൊല്ലം മതി പഠിക്കാൻ. അത് പരിപാടിക്ക് പോയി കൊട്ടിയാണ് ശരിയാവണം. അപ്പം ഒരു പ്രൊഫഷണൽ ടീമായിട്ട് മാറിയിരിക്കുകയാണ്. അത്യാവശ്യം. പുറത്തൊക്കെ പോയിട്ടുണ്ടോ? കേരളത്തിന് പുറത്ത് വിദേശം? അങ്ങനെയില്ല, കേരളത്തിനകത്ത് അത്യാവശ്യം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പുറത്തൊക്കെ പെർഫോം ചെയ്യണമെന്നുണ്ട്, ആഗ്രഹമുണ്ട് അല്ലേ? എന്താണ് ആഗ്രഹം, അത് പറ. അങ്ങനെയൊന്നുമില്ല, എന്തൊക്കെ ആഗ്രഹമൊക്കെ വേണ്ടേ? ഈ മേഖലയിൽ ശോഭിക്കാൻ തന്നെയാണോ? ഇവിടുത്തെ ആരാണ് നിങ്ങളുടെ മനസ്സിൽ? ഒരാളുണ്ടാവുമല്ലോ, ഒരു മാതൃകയൊക്കെ ഉണ്ടാവുമല്ലോ. പഠിപ്പിച്ച പ്രതിഭനാണ് കലാമണ്ഡല. പുള്ളിനെ പോലെ ആവണമെന്നാണ് അവൻ ആഗ്രഹം. പുള്ളിയെ പോലെ തന്നെ ആവണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. താങ്കൾക്കോ? എനിക്കെൻ്റെ ആശാനെ പോലെ. ഞാൻ പിന്നെ ഇതൊരു പാഷനായിട്ട് കൊണ്ടുനടക്കാൻ, പ്രൊഫഷനായിട്ടല്ല, പാഷനേറ്റായിട്ട് ഇത് കൊണ്ടുനടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ദേവിക, നമുക്ക് അധികം കൂടുതൽ സമയമില്ല. നമ്മളിങ്ങനെ വാചകം അടിച്ച് പ്രേക്ഷകരെയും ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല. പെർഫോമൻസിലേക്ക് പോവാം. തൽക്കാലം മാറിത്തരാം, വേദി നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. ഒന്നും പറയാനില്ല. കാരണം നമ്മുടെ ഐശ്വര്യമായ ഒരു തുടക്കം പുത്തൻ പുലരിയിൽ നടത്തിയിരിക്കണം. അവരുടെ സ്കൂൾ ഏതാണെന്ന് കൂടി നമുക്ക് അറിയേണ്ടതാണ്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? NSS മാണിക്യമല. എറണാകുളം. NSS മാണിക്യമല. ഓക്കെ. അപ്പോൾ നമ്മൾ ആ സ്കൂളിലെ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. പെർഫോമൻസ് കഴിഞ്ഞു. എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. വലിയ ആഗ്രഹങ്ങളോട് കൂടി ഇവിടെ എത്തിയതാണ്. നമ്മുടെ പുത്തൻ പുലരി ഇത്രയും ആഘോഷപൂർവമായ ഒരു തുടക്കം. അതെ അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാനുണ്ട്. പൊതുവിലെ ഈ സ്കൂൾ കലോത്സവ വേദികൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? മീൻസ് ഇതുപോലുള്ള കലാകാരന്മാർക്ക് അല്ലേ ഈ മേഖലയിൽ വലിയ പ്രോത്സാഹനം കിട്ടുന്നു. നിങ്ങളെപ്പോലുള്ളവരെ 10,000-കണക്കിന് ആളുകൾ അറിയുന്നു അല്ലേ? പ്രത്യേകിച്ച് ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ കൂടി അറിയുന്നു അല്ലേ? സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ആഘോഷമാണ്, കൂടിച്ചേരലാണ്. അപ്പോൾ പൊതുവിലെ എങ്ങനെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞങ്ങൾ ഇതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ 10ാം ക്ലാസ് തൊട്ട് ഞാനിവനും ഇതിലുള്ളതാണ്. പിന്നെ ഈ കൊല്ലം വന്നതാണ് ഇവരൊക്കെ. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലവും ഇതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കാറുണ്ട്. രാത്രികളിലും 12 മണി 1 മണി വരെ ഞങ്ങൾ ഇതിനുവേണ്ടി ക്ലാസ് കട്ട് ചെയ്യാതെ അധികം നോക്കാറുണ്ട്. പഠിപ്പും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലാണ്ട് പോകുന്നുണ്ട്. മറ്റേ ഏതൊക്കെ കലകളിൽ നിങ്ങൾക്ക് പ്രാവീണ്യം ഉണ്ട്? ഈ കൊട്ട് മാത്രമേ ഉള്ളൂ? കൊട്ട് മാത്രം. കൊട്ട് മതി. പക്ഷേ അതെ, പഠിത്തത്തിലൊക്കെ പഠിത്തം കുഴപ്പമില്ല, രണ്ടും കൂടി മാനേജ് ചെയ്തു.
അതാണ് കോൺഫിഡൻസ്. അതെ, ആ ഒരു ക്വസ്റ്റ്യന് അവൻ പറഞ്ഞ ഒരു ഉത്തരവുണ്ട്. എനിക്ക് ഇവരുടെ രണ്ടുപേരും പേരറിയേണ്ടതുണ്ട്. എന്താ പേര്? അഭിരാം. സായി ദർശൻ. അഭിരാമും സായി ദർശൻ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു. കാരണം അഭിരാമ് വലിയൊരു നാണക്കാരനാണ്. അനില് ചോദ്യം ചോദിക്കുമ്പോ അഭിരാം ഭയങ്കര നാണമാണ് അവന്. പക്ഷേ അതിനെ രക്ഷിക്കാനായി ഒരു രക്ഷകനായി അടുത്തൊരു സുഹൃത്ത് നിപ്പുണ്ട്, സായി. അല്ലെ, സായി ഒരാൾ ഇവിടെ ഇങ്ങനെ എന്താ എന്നോടൊന്നും എന്താ ചോദിക്കാത്തേ എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് അല്ലെ, സംസാരിക്കണം. അതായത് നിങ്ങളൊക്കെ ഈ മേഖലയിൽ നിങ്ങളൊരു, കാരണം ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് അല്ലേ, എല്ലാവർക്കും സാധിക്കുന്നതല്ല അല്ലേ. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ കൊട്ടാനുണ്ട്. അതേസമയം കാര്യങ്ങൾ സംസാരിക്കുകയും വേണം. അതിനുള്ള ഒരു വേദി കൂടിയാണ് സംസ്ഥാന കലോത്സവം കേട്ടോ. സഭാകമ്പമൊന്നും പാടില്ല. അപ്പോൾ ഒന്ന് പറഞ്ഞേ, എന്താ പേര് പറയൂ, എത്ര കാലമായി ഈ മേഖലയിൽ നിങ്ങൾ ഈ പരിശീലനം നടത്തുന്നു? എൻ്റെ പേര് പ്രണവ്. ഞാൻ ആദ്യമായിട്ടപ്പോൾ ഇതിന് വന്ന, ആദ്യമായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് കയറി. ചെണ്ട വേണം പഠിച്ചു. ഇപ്പം മന്ദളം പഠിച്ചുകൊണ്ടിരിക്കുന്നു, കലാമണ്ഡല ജൂവിൻ്റെ. ഇതിപ്പോൾ എന്നെ പഠിപ്പിച്ചത് വെള്ളാരിപ്പള്ളി അഖിൽക്കുട്ടൻ. അപ്പോൾ ആ ഗുരുക്കന്മാരെയൊക്കെ ഓർക്കുന്നു അല്ലേ? വേദിയിൽ കയറിയപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ ആളുകളുടെ പ്രോത്സാഹനം ഉണ്ടായിരുന്നോ? ഉണ്ടായി. അല്ല, പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ അല്ലേ ഈ കൊട്ട്, ചെണ്ടമേളം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ, തായമ്പക എല്ലാം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകളുടെ പ്രോത്സാഹനം നിർലോഭം അതുണ്ടാവും. എന്തായാലും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി കൂടുതൽ വേദികളിൽ നിങ്ങൾക്ക് കൊട്ടിത്തിളങ്ങാൻ സാധിക്കട്ടെ, കൂടുതൽ പ്രശോഭിക്കട്ടെ. എല്ലാ ആശംസകളും കേട്ടോ. ഈ നമ്മുടെ പുത്തൻ പുലരി ഇത് കാണുന്ന നിരവധി പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകരെ ധന്യമാക്കിയതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ സംസ്കാരത്തെ കൂടി മുറുകെ പിടിക്കുന്ന കലോത്സവ വേദികളിലാണെങ്കിൽ പോലും. അതെ. അതെ.